ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് 5 വയസ്സുകാരനോട് പ്രധാനാധ്യാപികയുടെ ക്രൂരത. സ്കൂൾ വാഹനത്തിൽ കയറാൻ ഒരുങ്ങിയ 5 വയസ്സുകാരനോട് ബസ്സിൽ കയറരുതെന്ന് നിർദ്ദേശിച്ചു. രക്ഷിതാക്കളെ പോലും അറിയിക്കാതെ പിഞ്ചു കുഞ്ഞിനെ വഴിയിൽ നിർത്തി ബസ് മടങ്ങി. മലപ്പുറം ചേലേമ്പ്ര ALP സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നേരെയായിരുന്നു ഈ പ്രാകൃതമായ നടപടി. അന്ന് സാധാരണ പോലെ തന്നെ കുട്ടി യൂണിഫോമൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. കുറച്ചു നേരം ബസ് വെയിറ്റ് ചെയ്ത് നിന്ന് ബസ് വന്നപ്പോൾ അവരെ മാത്രം കയറ്റി. ഇവനോട് പറഞ്ഞ് എൻ്റെ അമ്മ പൈസ തന്നിട്ടില്ല, അതുകൊണ്ട് നീ കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓൺ ദി സ്പോട്ടിൽ തന്നെ ഡ്രൈവർ HM വിളിക്കാനുണ്ടായത്. അപ്പോൾ HM ചോദിച്ചു പാരൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പാരൻ്റ് ഇല്ല, എന്നാൽ ആ കുട്ടീനെ കയറ്റണ്ടെന്ന് പറഞ്ഞു. പൈസ തന്നിട്ടില്ല, കയറ്റണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇട്ട യൂണിഫോമും ബാഗും ഒക്കെ തോളിലിട്ട് തന്നെ അവിടുത്തെ വയസ്സായ ഒരു വല്യമ്മ ആ കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. കണ്ണിലാകെ വെള്ളം വരിക കുട്ടീനെ, ചുണ്ടൊക്കെ ഇങ്ങനെ ആക്കി. കാരണം 5 വയസ്സ് കഴിയണേ ഉള്ളൂ കുട്ടിക്ക്. അപ്പം അത്രയും സങ്കടം അവന്. എൻ്റെ കൂടെയുള്ള കുട്ടീനെ എന്നെ കയറ്റിയിട്ട് അമ്മ പൈസ കൊടുക്കാത്തതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് ആക്കി തരട്ടോ മോനെ എന്ന് പറഞ്ഞ് മോനെ അകത്തേക്ക് മാറ്റി. അരുൺ അമൃതനാഥാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺ, 5 വയസ്സുള്ള ഒരു കുഞ്ഞിനോടാണ് ഇങ്ങനെ ചെയ്തത്. ഫീസ് അടച്ചില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ വീട്ടിൽ വിളിച്ചറിയിക്കുകയോ വീട്ടിൽ കൊണ്ടുവിടുകയോ പോലും ചെയ്തില്ല. ആ വഴിയിൽ നിർത്തിപ്പോയി. മറ്റുള്ളവരെ കയറ്റി ആ കുട്ടിയെ മാത്രം കയറ്റാതെ 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ റോഡിൽ നിർത്തിയിട്ടാണ് ആ വാഹനം പോയത്. മനസാക്ഷിയുള്ള ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. ആരാണ് ആ പ്രധാന അധ്യാപികയും ഡ്രൈവറുമൊക്കെ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ മനസാക്ഷി ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ സംഭവം പുറത്തു വരുന്നത്. അത്തരത്തിലൊരു മാനുഷിക പരിഗണന പോലും, എന്തിൻ്റെ പേരിലായാലും മാനുഷിക പരിഗണന പോലും നൽകാത്ത ഒരു 5 വയസ്സുകാരനെ വേദനിപ്പിച്ചിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം. ഈ കുട്ടിയുടെ അമ്മയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ രാവിലെ വിദ്യാലയത്തിലേക്ക് പോകാനായി സ്കൂൾ ബസ് എത്തി. അപ്പോൾ ഇത്തരത്തിൽ ഈ ബസ്സിൻ്റെ ഫീസ് പെൻഡിങ് ഉണ്ടെന്ന് ഡ്രൈവർ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ആ നിമിഷം തന്നെ ഡ്രൈവർ പ്രധാന അധ്യാപികയെ വിളിച്ചപ്പോൾ വേണ്ട, കുട്ടിയെ വാഹനത്തിൽ പ്രവേശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് സ്കൂൾ ബസ് പോവുകയായിരുന്നു. ഇത് കരഞ്ഞുകൊണ്ടാണ് ഈ 5 വയസ്സുകാരൻ വഴിയിലൂടെ വീട്ടിലേക്ക് മടങ്ങുന്നത്. ഇതൊരു അയൽവാസിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയൽവാസി കാര്യങ്ങൾ അന്വേഷിച്ചു. അമ്മയുടെ പക്കൽ കുട്ടിയെ കൊണ്ട് എത്തിക്കുകയായിരുന്നു. അമ്മ സ്കൂളിലെത്തി. ഈ ഒരു പരാതി അറിയിച്ചപ്പോൾ പോലും സ്കൂൾ മാനേജർ വളരെ മോശമായി പെരുമാറി എന്നാണ് പരാതിയിൽ പറയുന്നത്. അത് ഇത്തരത്തിൽ ഫീസ് അടയ്ക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചു എന്നാണ്. എന്തായാലും കുട്ടിയുടെ ആ സ്കൂളിലെ വിദ്യാഭ്യാസം രക്ഷിതാക്കൾ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അറിയുന്നത്. വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എങ്കിൽ പോലും ഒരു കമ്മീഷൻ കേസെടുക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു പിഞ്ചു കുഞ്ഞിനെ, 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ, ആ കുഞ്ഞിന് പൈസ എന്ത് എന്ന് പോലും അറിയാനുള്ള പ്രായമായിട്ടില്ല. ആ കുട്ടിയോടാണ് ഈ ക്രൂരത കാണിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഈ പറഞ്ഞ ആളുകളൊക്കെ, പ്രധാനാധ്യാപികയും മാനേജ്മെൻറ്റും ഒക്കെ വെളിയിൽ വരേണ്ടതുണ്ട്. ഇതാ ഇന്ന ആളുകളാണ്, ഇവരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് നാട്ടുകാർ അറിയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള അവസരം കൂടി ഒരുക്കും. എന്തായാലും മറ്റ് നടപടികൾ, ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലൊക്കെ പ്രതീക്ഷിക്കാമോ? തീർച്ചയായും സ്വാഭാവികമായും ബാലാവകാശ കമ്മീഷന്റെ നടപടി ഉണ്ടാകേണ്ടത് തന്നെയാണ്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും സ്കൂൾ അധികൃതർ ചെയ്യേണ്ടതെന്നാണ്. ഇത്തരത്തിൽ വീട്ടുകാരെ അറിയിക്കാം, ഇത്തരത്തിൽ അല്ലെങ്കിൽ ഒരു നോട്ടീസ് നൽകാം. സ്കൂൾ സംവിധാനം, ക്ലാസ് മുടങ്ങാൻ അവിടെ യാതൊരു കാരണവുമില്ല. സ്കൂൾ ബസ്സിലേക്കുള്ള യാത്രയാണ് ഈ ഫീസ് അടയ്ക്കാൻ വൈകി എന്ന് പറയുന്നത്. എങ്കിൽ അത് നേരത്തെ അറിയിച്ച് ഇനി നാളെ മുതൽ നിങ്ങൾ കുട്ടിയെ സ്കൂളിൽ എത്തിക്കണമെന്ന് മാന്യമായ രീതിയിൽ അറിയിക്കാമായിരുന്നു സ്കൂൾ അധികൃതർ. അത്തരത്തിൽ യാതൊരു മുന്നറിയിപ്പും നൽകാതെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന കുട്ടിയെ, അതും 5 വയസ്സുകാരനോട് ഇങ്ങനെ പെരുമാറിയിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. അത് തീർച്ചയായും മനസാക്ഷിയെ അത്തരത്തിൽ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ബാലാവകാശ കമ്മീഷന്റെ മുന്നിലേക്ക് ഈ വിഷയം എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയും സമീപകാലത്തൊക്കെ ഇത്തരത്തിൽ വലിയ ഇടപെടലുകൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നിലേക്കും ഈ പരാതി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉടനടി ഒരു നടപടി തന്നെയാണ് രക്ഷിതാക്കളും ഒപ്പം തന്നെ ഈ നാട്ടുകാരും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകുകയായിരുന്നു. മലപ്പുറത്ത് നിന്ന് ചേലേമ്പ്ര LP സ്കൂളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്.